എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സ്പെഷ്യൽ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ സെഷൻ തന്നെയാണ് പലരെയും സംബന്ധിച്ച്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ച് ഇന്നൊരു സ്പെഷ്യൽ സെഷൻ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരും അല്ലെങ്കിൽ അനിയന്മാരും ഒക്കെ പൊങ്കാലയിടാൻ വരണ്ട. ചില യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഏത് രീതിയിൽ വരുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ട്രോളാനുള്ള വകുപ്പുകളൊന്നും ഇല്ലാതെ ശ്രമിക്കാം. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇതാണ് ജീവിതം എന്നുള്ളത്. എപ്പോഴും മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ട് മാത്രം നടന്നു കഴിഞ്ഞാൽ ജീവിതമാവില്ല. ജീവിതത്തിൽ മോട്ടിവേഷന്റെ അപ്പുറത്തും ചില തയ്യാറെടുപ്പുകൾ വേണം, ചില കാര്യങ്ങൾ അറിയണം, ചില അംഗീകാരങ്ങൾ വേണം, ചില അംഗീകാരങ്ങൾ നൽകണം, ചില കൊടുക്കൽ വാങ്ങലുകൾ തയ്യാറാവണം, ചില അഡ്ജസ്റ്റ്മെന്റുകൾ അനിവാര്യമാവണം, ചില സങ്കടങ്ങൾ കാണണം, ചില സങ്കടങ്ങൾക്ക് കൂടെ നിൽക്കണം, ചില സന്തോഷങ്ങൾ അനുഭവിക്കണം, ചില സന്തോഷങ്ങൾ അനുഭവിപ്പിക്കണം. ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ ജീവിതമാവുകയുള്ളൂ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. ആ പുഴയിൽ വെള്ളത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, അവിടെ മാലിന്യങ്ങൾ കലരും, കുതിച്ചു ചാടും, വീണുടയും ഒക്കെ ചെയ്യും. സ്വാഭാവികമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം ജീവിതം ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ദാമ്പത്യത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ പ്രാധാന്യമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമാവണമെങ്കിൽ അവിടെ ഒരു പോളിസി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഒരു കുടുംബ ജീവിതത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് സുഖകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ചിറ്റലും പൊട്ടലും ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. അത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് വളരെ ബോറായിട്ടുള്ള പരിപാടിയായിരിക്കും. അതെല്ലാം ഉണ്ടാകുമ്പോഴും അവിടെ ഒരു വിഷയം, ഒരു സബ്ജക്റ്റിൽ മേൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ പേരാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതിൽ വെച്ചുകൊണ്ട് കേൾക്കണം. ഈ ആംഗിളിൽ നിന്ന് മാത്രമേ ശ്രദ്ധിക്കാവൂ. ഇത് കേൾക്കുന്നവർക്കും അവരവരെ വിശകലനം ചെയ്യാനുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന ഉത്തരവും ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ സ്പഷ്ടമായി നേരിട്ട് ഉത്തരം പറയില്ല, പക്ഷെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും, ആലോചിച്ചാൽ എല്ലാം കിട്ടും, ആലോചിച്ചാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നും കൂടി തിരിച്ചറിയുക. അപ്പൊ നന്ദി. എല്ലാം റെഡി ആണല്ലോ അല്ലേ? യെസ്, കേൾക്കാൻ റെഡിയാണോ? ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. ആദ്യത്തെ തന്നെ ടൈപ്പ് ചെയ്തോളൂ. റെഡി 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 ടൈപ്പ് ചെയ്തോളൂ. വരട്ടെ. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പുതിയ വന്ന ആൾക്കാരെ ഇവിടെ റെഡി ആയാൽ മാത്രമേ ഇവിടുന്ന് എന്തെങ്കിലും തരുള്ളൂ. ഇല്ലെങ്കിൽ അല്ലേ, സ്വീകരിക്കാൻ തയ്യാറായവർക്ക് മാത്രം. നമ്മൾ സാധാരണ പണ്ട് തന്നെ പറയാറുണ്ട്, ഗുരു ശിഷ്യ സംവാദത്തിൽ ശിഷ്യൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നാൽ മാത്രം മതി ഗുരു അതുപോലെ എന്ന് കരുതിക്കോ. അങ്ങനെ അല്ലേ, അതുപോലെ ഗുരു അല്ലെങ്കിലും അതുപോലെയാണ് മെത്തേഡ് എന്ന് മാത്രം ഇങ്ങനെ കരുതാമല്ലോ. എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാം, നമുക്ക് എല്ലാം വിഷ്വലൈസ് ചെയ്യാം. അതാണല്ലോ പഠിക്കുന്നത് നമ്മൾ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അതിവിപുലമായ സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിച്ചവരുണ്ടോ എന്ന ചോദ്യത്തിലൂടെ ഞാൻ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിച്ചവരുണ്ട് എന്നുള്ള ഉത്തരം പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ പേര് മാത്രം, അവഗണിച്ചവരുടെ പേരല്ല, നിങ്ങളുടെ സ്വന്തം പേര് ഒന്ന് താഴെ ടൈപ്പ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിച്ചവരുണ്ടെങ്കിൽ യെസ്, എന്നെ അവഗണിച്ചിരുന്നു എന്ന് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്തു. എന്നെ ആരും അവഗണിച്ചിട്ടില്ല എങ്കിൽ. ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ഞാൻ മൈൻഡ് മാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ അല്ല പഠിപ്പിക്കുന്നത്, നോർമൽ ആയിട്ടുള്ള ലൈഫിനെ പറ്റിയാണ് പറയണേ. ഇനി മുതൽ കുറേ ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്നത്രയും ഈ ചാനലിൽ ലൈഫിനെ പറ്റി പറയാൻ ശ്രമിക്കാം. ലൈഫിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ലൈഫ് മാറ്റണമെന്ന് ഞാൻ സ്പഷ്ടമായി പറയാൻ പോവുകയാണ്. മാറ്റേണ്ട ആവശ്യകത നിങ്ങൾ തിരിച്ചറിയണം. എല്ലാവരും മാറ്റണം. ഒരു ജീവിതം മാറ്റാൻ അവനവനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അവഗണിച്ചവരുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് ഏറ്റവും ആൾക്കാർ പറയുന്നത് അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിച്ചവരുണ്ട്, നിങ്ങളെ മൂല്യമില്ലാത്തവരായി കണ്ടവരുണ്ട്, നിങ്ങളെ സ്വപ്നങ്ങളെ പറഞ്ഞപ്പോൾ ചിരിച്ചവരുണ്ട്, നിങ്ങളെ താഴ്ത്തിക്കെട്ടിയവരുണ്ട്, നിങ്ങളെ നോക്കുമ്പോൾ തന്നെ പുച്ഛിച്ച് ചിരിച്ചവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഇന്ന് ഒരു വിലയുമില്ല എന്ന് സ്പഷ്ടമായി മുന്നിൽ കാണിച്ചു തന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വിലയും, അവരുടെ മുന്നിൽ നമുക്കൊരു വിലയും ഇല്ല എന്ന് പരോക്ഷമായിട്ടെങ്കിലും നമ്മളോട് കാണിച്ചവരുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
അവരോട് നിങ്ങൾക്ക് ശക്തമായി പറയാനുള്ള മറുപടി എന്താണ്? അങ്ങനെ നിങ്ങളെ കാണിച്ചവരോട് തിരിച്ചെന്താണ് കാണിച്ചത്? ഇതാണ് ചോദ്യം. അപ്പൊ ആരാണ് നിങ്ങളെ ചോദ്യം? ഞാനിപ്പോ പബ്ലിക്കിൽ നിങ്ങൾ പേരുകളൊന്നും പറയണ്ട. എങ്കിലും നമുക്കൊരു എൻഗേജ്മെന്റിന്റെ പേരിൽ യൂട്യൂബ് കാണുന്നവരും ആരാണ് എന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചോദ്യം ചോദിക്കാം. ആരാണ് ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അവഗണിച്ചത്? ആ വ്യക്തിയുമായി നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? എല്ലാവരും ടൈപ്പ് ചെയ്യാൻ പോകുന്നത് തുടക്കം വെച്ചിട്ടായിരിക്കുമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ അവര് അല്ലെ, പറഞ്ഞോളൂ. ബന്ധുക്കൾ എന്നല്ല, അപ്പൊ അതിന് പേര് മാറ്റണം. ഹസ്ബൻഡ്, ബന്ധുക്കൾ എന്നല്ല, അപ്പൊ മാറ്റിക്കോ. ശത്രുക്കൾ എന്നാക്കി മാറ്റിക്കോ. ബന്ധുക്കൾ എവിടെയുണ്ട് അവിടെയാണ് ശത്രുക്കൾ, അല്ലെ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അങ്കിൾ, യെസ്, അവഗണിച്ചവരെല്ലാം പോരട്ടെ, സത്യം. ഈ അവഗണിക്കുന്നവരെ എങ്ങനെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത്? ബന്ധുക്കൾ എന്ന് പറഞ്ഞ നിർവചനം അറിയാവോ? ആരാണ് ബന്ധു എന്നതിന്റെ അർത്ഥം? ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ ബന്ധുക്കൾ എന്ന വാക്കേ ഉപയോഗിക്കരുത്, അത് ശത്രുക്കളായി മാറി അവഗണിച്ചിട്ടുണ്ടെങ്കിൽ. യെസ്, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ ജീവിതത്തിൽ അവഗണിച്ചവർ നിങ്ങളെ അടുപ്പമുള്ളവരായിരുന്നു എന്നത് സത്യമല്ലേ? നിങ്ങൾ ഏറ്റവും അടുപ്പമാണെന്ന് കരുതിയവരാരാണോ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചവരാണോ, അവർ തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ളത്. സത്യമല്ലേ? അപ്പോൾ അവരോട് പറയാൻ ശക്തമായ മറുപടി, അവരോട് നിങ്ങൾക്ക് പറയേണ്ട മറുപടി വാക്കുകൾ കൊണ്ടാവരുത്, തർക്കങ്ങൾ കൊണ്ടാവരുത്, ദേഷ്യം കൊണ്ടാവരുത്, പ്രതികാരം കൊണ്ടാവരുത്, പക കൊണ്ടാവരുത്. മറ്റെന്തായിരിക്കണം? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതിലൊന്നും അവിടെ പ്രാധാന്യം ഇല്ല എന്നുള്ള സത്യം. പകരം നിങ്ങൾ എങ്ങനെ അവരോട് മറുപടി പറയും? ഞാൻ പറയുന്ന വാക്ക് മറുപടി എന്നത് മാത്രമാണ്. നിങ്ങളെ അവഗണിച്ചവരെ, നിങ്ങളെ മൂല്യമില്ലാത്തവരെ നിങ്ങൾ എങ്ങനെ തിരിച്ച് മറുപടി കാണിക്കും? സ്നേഹം കൊണ്ട്. അത് ഗാന്ധിജി പറഞ്ഞ പോലെ, ഈ ചെവിട് കാണിച്ചാൽ ഈ ചെവിട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് വെറുതെ വീണ്ടും അടി കിട്ടാനുള്ള പരിപാടി മാത്രമാണ്, അല്ലേ? സ്നേഹം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ശത്രുക്കളായി പെരുമാറിയ ബന്ധുക്കൾക്ക് നിങ്ങൾ മുന്നേ സ്നേഹം കൊടുത്തിട്ടില്ലേ? ഈ ഹസ്ബൻഡുമാര് പറഞ്ഞ ആൾക്കാര്, ഹസ്ബൻഡിന് ഹസ്ബൻഡുമാർക്ക് എന്ന് പറയാൻ, ഹസ്ബൻഡിന് നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടില്ലേ? സ്വന്തം ബ്രദേഴ്സിന്, സിസ്റ്റേഴ്സിന് നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടില്ല? ഉണ്ട്. അവിടെ സ്നേഹം വിജയിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ കാണിച്ച സ്നേഹം വിജയിച്ചിട്ടില്ല എന്ന സത്യമല്ല. ഏതല്ലേ നിങ്ങൾ സംസാരിക്കേണ്ടത്? അവിടെ നിങ്ങൾ മാറ്റമുണ്ടാക്കി നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. സൈലന്റ് ട്രീറ്റ്മെന്റും ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. സൈലന്റ് ട്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ അവര് അതുപോലെ തന്നെ നമ്മളോട് തിരിച്ചു കരുതുകയുള്ളൂ. നമ്മൾ സൈലന്റ് ആയിരുന്ന അവരെന്താ പറയാ, ഒന്നും കൂടി ബലപ്പെടുത്തും നമ്മളോടുള്ളത്. നമ്മളോടുള്ള പെരുമാറ്റം കുറച്ചും കൂടി ബലപ്പെട്ടു. കാരണം ഇതൊന്നും ചബലയാണ്, ഇതിൽ കൊട്ടാം. സൈലന്റ് ആയിരുന്നു എന്ന് കരുതുമ്പോൾ അവർ വീണ്ടും ഉപയോഗിക്കുന്ന കൊട്ടാനുള്ള ഉപകരണമാക്കി മാറ്റും നമ്മളെ, അല്ലേ? സൈലന്റ് ആയിട്ടല്ലേ നിങ്ങൾ സാധിച്ചു. നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടില്ല, സത്യമായിട്ട് ഓപ്പൺ ആയിട്ട്, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ദേഷ്യമായി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? അവരോട് മിണ്ടാതിരിക്കും. സൈലന്റ്. എന്ത് പറഞ്ഞാലും മിണ്ടില്ല. വിളിച്ചാൽ ഫോൺ എടുക്കൂല, അല്ലേ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എന്നോട് വർത്താനം പറയാൻ ഇഷ്ടമല്ല, എന്നെ വിട്ടേക്ക്. സൈലന്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്? സൈലന്റ് ആണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. സൈലന്റ് അവിടെ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ കാണിക്കും, ദേഷ്യം കാണിക്കും. ഒരാൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കിഷ്ടമല്ലാന്ന്, നിങ്ങൾ മിണ്ടിയിട്ട് ശരിയില്ല എന്ന് ദേഷ്യം കാണിക്കും. ഫലിച്ചിട്ടുണ്ടോ? ദേഷ്യവും ഫലിച്ചിട്ടില്ല. ഇനി പ്രതികാരം ചെയ്യാൻ വിളിക്കും. എങ്ങനെ? പ്രതികാരമൊക്കെ എങ്ങനെയാ? ഹസ്ബൻഡിനോടുള്ള പ്രതികാരമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ചോറൊക്കെ എടുത്തിട്ട് ടേബിളിന്റെ പുറത്ത് ഒരൊറ്റ വേണം കഴിക്കേ, അല്ലേ? അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ടക് ടക് എന്നുള്ള ശബ്ദം കേൾക്കും. പ്രതികാരമാണ്. ആരോടാ? ഹസ്ബൻഡിനോടുള്ള ദേഷ്യത്തിന് പ്രതികാരം, അല്ലേ? ഞാനും വീഡിയോയിലൊക്കെ കണ്ടതായിട്ടോ. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ല. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിങ്ങനെ, സിനിമയിലൊക്കെ കണ്ട, യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര അനുഭവമില്ല. എനിക്കുള്ള അനുഭവം വേറെയാണ്, തിരിച്ചാണ്. മിണ്ടാതിരുന്നു കളയും. അതാണ് എന്നോടുള്ള പ്രതികാരം. അപ്പോ ഇങ്ങനെയുള്ള പല പല വ്യത്യാസമുണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ ഇതിലെ വിജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കിയവരല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒന്നും വിജയിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ വിജയിക്കണ്ടേ നമുക്ക്? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരും ചെയ്യാത്ത, എന്നാൽ അത് മാത്രമാണ് ഏകമായ മാർഗം എന്നറിയുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അറിയണോ എന്താണെന്നുള്ളത്? അറിയണമെങ്കിൽ ടൈപ്പ് ചെയ്ത് യെസ് ഐ വാണ്ട്, യെസ് വേണമെന്ന് പറഞ്ഞ് അറിയണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ഇത് എന്താണ് എന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം,
യെസ് ടൈപ്പ് ചെയ്യുന്നൊക്കെ കൊള്ളാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഇതിന് നിൽക്കണ്ട. ഞാൻ മാറാൻ തയ്യാറല്ല. ഞാൻ ഒരു രീതിയിലും പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ സ്നേഹിതകുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് പറ്റില്ല. ഒറ്റ കാര്യം മാത്രമേ ഇതിന് നിങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളൂ. വിജയിച്ച് കാണിച്ചു കൊടുക്കണം. മാറ്റപ്പെട്ട് കാണിച്ചു കൊടുക്കണം. അവഗണിച്ചവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ വളർച്ച കണ്ട്, നമ്മുടെ വിജയം കണ്ട് അവർ നമ്മുടെ പിറകെ വരണം. ഞാൻ ആരാണ് ഈ ലോകത്ത് എന്ന് തെളിയിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സഹോദരിമാരാണ്, ഏറ്റവും കുട്ടിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരിമാരോടാണ് ഈ പറയുന്നത്. കാണിച്ചു കൊടുക്കണം. എന്താ പറ്റാത്തത്? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. നീ എന്ത് സാധാരണ രീതിയിൽ പറയാണ്, അവഗണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് സാധാരണ ഏറ്റവും കുടുംബത്തിൽ നീ എന്ത് പൊട്ടത്തരാണ് പറയുന്നത്, നിനക്ക് ഒരു വിവരവുമില്ല, ബോധവും ഇല്ല എന്നല്ലേ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അല്ലേ? എന്ത് മാറ്റം ഉണ്ടാക്കിയതിനു ശേഷം? അല്ല, അയാളെക്കാളും ബുദ്ധിമാനാണ് ഞാൻ, അല്ലെങ്കിൽ അയാളെക്കാളും ലോക വിവരം എനിക്കുണ്ട് എന്ന് അയാൾക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഏതെങ്കിലും സന്ദർഭം നിങ്ങൾ ഉപയോഗിച്ചോ? ഇല്ല, അല്ലേ? ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി വീണ്ടും നമുക്ക് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാണല്ലോ. ഇത് മനസ്സിലാക്കി നമ്മുടെ വിജയം കൊണ്ട് മാത്രമേ നമുക്ക് അവരോട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വളർച്ച കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ അവരുടെ മുന്നിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടും. നമ്മളെ പിറകെ അവർ വരണം. നമ്മുടെ വളർച്ച കണ്ട് അവർക്ക് മുകളിൽ പറക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടോ അവിടെ? ഇല്ല, അതൊന്നും സാധ്യമല്ല എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? വിജയിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് അവർ വിജയിക്കാൻ എനിക്ക് പറ്റില്ല, അവരെക്കാളും മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ വളരില്ല എന്ന് പറയുന്നവർ, അവരെ പേര് മാത്രം പറയും. എന്നെ കൊണ്ട് പറ്റില്ല. അതിന് സ്പെഷ്യലായിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്താ പേര്? ട്യൂഷൻ. കോച്ചിങ് അല്ല, ട്യൂഷൻ. അത് മാത്രമേ സുഖം. ഏതാൾ വേണം വന്ന് പറഞ്ഞോളൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് വന്ന് ഫീസ് ഫ്രീ പറഞ്ഞ ടൈപ്പ് പറഞ്ഞേ. പറ്റില്ല എന്ന് പറയുന്നവർ പറ്റും എന്നുള്ളവർ പറഞ്ഞോ? ഇല്ല. എന്നിട്ട് എന്തേ പിന്നെയും ഇത്രയും കാലം 50 വർഷമായിട്ട്, 40 വർഷമായിട്ട്, 30 വർഷമായിട്ടും വിജയിച്ചാലും അംഗീകരിക്കില്ല. അത് തോന്നല. വിജയിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റു എന്നല്ല അതിന്റെ അർത്ഥം. വിജയിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ തോറ്റു എന്നാണ്, വിജയിച്ചു എന്നല്ല. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ അർത്ഥം? എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും അംഗീകരിക്കപ്പെടുക എന്നാണ് വിജയത്തിന്റെ അർത്ഥം. അപ്പൊ വിജയിച്ചാൽ പറ്റില്ല എന്നില്ല. ബിസിനസ് നടത്തി പരാജയപ്പെട്ടു, ആൾക്കാർ കളിയാക്കി. ലോൺ എടുത്തു, തിരിച്ചടക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ കളിയാക്കുന്നു. ജോലിക്ക് പോയി, അതിനകത്ത് ജോലി ഒന്നും ശരിയായി ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാർ കളിയാക്കി. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തത്? ആ ജോലി രാജിവെച്ചു പോയി. ബിസിനസ് പരാജയപ്പെട്ടു, എന്നിട്ട് ആൾക്കാർ കളിയാക്കി. എന്നിട്ട് എന്താ പറ്റിയത്? ബിസിനസ് എന്നേക്കുമായി നിർത്തി. ലോൺ എടുത്തു, തിരിച്ചടക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ കളിയാക്കി. എന്നിട്ട് എന്താ ചെയ്തത്? ലോൺ ഒന്നും തിരിച്ചടക്കാതിരുന്നു. ഇതല്ലേ ചെയ്തത്? അപ്പൊ കളിയാക്കിയവരുടെ ആണോ തെറ്റ്? കളിയാക്കപ്പെട്ടവന്റെ ആണോ? സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്നത് എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാവിലെ മെഡിറ്റേഷൻ സമയത്ത് വെറുതെ ഒരു തമാശക്ക് ഞാനൊരു കാര്യം ചെയ്തു. ഇമ്പോസിഷൻ തരാം, അഫർമേഷൻ എഴുതാത്തവർക്ക് ഇമ്പോസിഷൻ കിട്ടാനായിട്ട് ഞാൻ നോക്കി. അഫർമേഷൻ വായിക്കാൻ പറഞ്ഞപ്പോ 3 പേരും തെറ്റി വായിച്ചു, ദിവസം മാറ്റി വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇമ്പോസിഷൻ തരണോ അല്ല ശിക്ഷ വേണോ എന്ന് ചോദിച്ചു. ആൾക്കാർ പറഞ്ഞു ഇമ്പോസിഷനെക്കാളും ശിക്ഷ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഏത്തമിടൽ ശിക്ഷ നൽകി. ഏത്തമിടാൻ പറഞ്ഞു. എന്തൊരു വൈമിഷ്ട്യമായിരുന്നു എന്നറിയോ ഏത്തമിടാനായിട്ട്. ഭയങ്കരമായ വിഷയമായിരുന്നു ഏത്തമിട. അയ്യോ എങ്ങനെ? പക്ഷെ എന്റെ കുട്ടികളാണ്, അവരെല്ലാം ചെയ്തു, ഒന്നും വിഷയമല്ല. സാറ് പറഞ്ഞു, ഇത് ചെയ്തു ഏത്തമിട. അത് കഴിഞ്ഞപ്പോ തിരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഈ ഏത്തമിടലിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. ഇന്ന കാര്യം കൊണ്ടാണ് ഏത്തമിടൽ, ഇതുകൊണ്ടാണ് ഏത്തമിടാൻ പറയുന്നത്, ഇതിടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടായ 100 പേരും ഏത്തമിട്ടു. അല്ലേ? നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ കണ്ടതല്ലേ? എന്താണ് വ്യത്യാസപ്പെട്ടത്? ആദ്യം ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ ഈഗോ സമ്മതിച്ചില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു വന്നപ്പോ ഈഗോ അല്ല വേണ്ടത്, ഇതാവശ്യമുള്ള ഘടകമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതല്ല, ഏത്തം ശിക്ഷയിലല്ല പറയുകയാണെങ്കിൽ
ഇത് കണക്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ. ഇനി നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഇത് മറക്കില്ല. എത്തമിടലിന്റെ ഗുണം എന്താണെന്ന് മറക്കില്ല. ആ രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമാണ്. വീണ്ടും നമുക്ക് പോകാം. വൈ പീപ്പിൾ ഇഗ്നോർ യു. നിങ്ങൾ എന്തുകൊണ്ടാണ് പലരും അംഗീകരിക്കുന്നത്? ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടോ അവരോട്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അവഗണിച്ചത്? എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? അല്ല, എന്തുകൊണ്ട് എനിക്ക് പരിഗണന നൽകുന്നില്ല? പകരം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയോ? അതിപ്പോ ഞാൻ ഓപ്പൺ ആക്കി പറയണോ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നോ? വേണ്ട, നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കുറെ സമയം എടുക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ആരും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും സീരിയസ് ആയിട്ട് കാണുന്നില്ല, എനിക്ക് പറയേണ്ട കാര്യം ആരും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന സ്വപ്നങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല, എല്ലാവരും പരിഹസിക്കുന്നു, അവരെല്ലാം എനിക്ക് കഴിവില്ല എന്ന് പറയുന്നു, എനിക്ക് വീട്ടിലും നാട്ടിലും ഒരു വിലയും തരുന്നില്ല. അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? നിങ്ങൾ പറയാറില്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരാളുണ്ട്. ആ ആളെ നിങ്ങൾക്കറിയാമോ? ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായി ഉണ്ടായിരുന്നു. പേരൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അറിയുന്നവർ നോക്കട്ടെ, എത്ര പേർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. 100% ധൈര്യപൂർവ്വം ടൈപ്പ് ചെയ്തു. എന്റെ പേര് തന്നെ ടൈപ്പ് ചെയ്തോ, ദിനേശ് മുങ്ങത്ത്. ഇങ്ങനെ തന്നെയായിരുന്നു. എമ്മും പറയുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു ഒരു പരിഗണനയില്ല, ഒരു കാര്യമില്ല, പറഞ്ഞുകൊണ്ടിരുന്ന ആളാ, ഒരു തർക്കവും ഇല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതവണ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നേ ഒന്ന് മാത്രം. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് തിരിച്ചറിഞ്ഞ അന്ന് മുതലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ദിനേശ് സാറായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദിനേശ് സാർ ഇസ് പെർഫെക്റ്റ് എന്നൊന്നുമല്ല ഞാൻ അർത്ഥമാക്കിയത്. ഫാർ ബെറ്റർ. ഒരുപാട് മാറിയ വ്യക്തി, അകവും പുറവും ഒരുപാട് മാറിയ വ്യക്തി. എല്ലാം ഈ അവഗണിച്ചവരുടെ മുന്നിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും എന്നെ അവഗണിച്ചവരോടുള്ള മറുപടിയല്ല, എന്നെ അവഗണിച്ചു എന്ന് ഞാൻ കരുതിയ എന്നോടുള്ള മറുപടിയാണ്. അവരെല്ലാം അവഗണിച്ചു എന്ന് ഞാൻ കരുതിയതാണ്. അവരെന്നെ അവഗണിച്ചോ അവഗണിച്ചില്ലെങ്കിലും എനിക്കൊരു കുന്തവുമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ അവരെക്കാളും 100 കാതം മുന്നിൽ കയറി നിൽക്കുന്നു. അവരിപ്പോഴും പറയുന്നു ഞാൻ വിജയിച്ചില്ലെന്ന്. പക്ഷെ ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് എല്ലാ മേഖലയിലും. അവർ എന്ത് അംഗീകരിച്ചു അംഗീകരിച്ചില്ലെന്ന് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേമല്ല. കാരണം അവരെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത് പോലുമില്ല. അവരെവിടെ നിൽക്കുന്നു എന്നത് എന്നെ ഒരിക്കലും ബാധിക്കുന്ന വിഷയമല്ല. പകരം എന്നെ ബാധിക്കുന്ന വിഷയം, ഞാൻ ഇനിയും എത്ര മുന്നോട്ട് പോകാനുണ്ട്, എനിക്കെന്നെ എത്ര കാതങ്ങൾ മുന്നോട്ട് നടക്കാനുണ്ടെന്നത് മാത്രമാണ്. അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ പലരും പിന്നിൽ ഉണ്ടാവുക തന്നെ വേണം. അവർ അവിടെ ഇരിക്കട്ടെ, അവർ എൻ്റെ പിന്നിലായിട്ടിരിക്കട്ടെ. ഞാൻ മുകളിലോട്ട് എത്തുമ്പോൾ താഴെ നിന്ന് നോക്കാൻ, അവിടെ എത്തി താഴോട്ട് നോക്കുമ്പോൾ ഒരു കുറ്റായം പോലെ ചിലവരെ കാണാനും അവിടെ നിന്ന് എനിക്ക് ചിരിക്കാനും അവരവിടെ തന്നെ വേണം. ഇതായിരിക്കണം ജീവിതം. ഈ രീതിയിലായിരിക്കണം ജീവിതത്തെ നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് കറേജാണ്, ശക്തിയാണ്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, ഒന്ന് നന്നായിട്ട് ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് മൂക്ക് നല്ല ചെറിച്ചിലും ഒക്കെ ഉണ്ട്. പക്ഷെ ക്ലാസ് സംസാരിക്കാൻ തുടങ്ങും ഇതൊന്നും ഉണ്ടാവരുതെന്നല്ല. ഉണ്ടായാൽ എന്റെ ഈ ഫ്ലോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും റെഡിയാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ആരും എന്നെ സീരിയസ് ആയി കാണുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ ശക്തി മാത്രമാണ് ഇതിന് കാരണമായുള്ളത്. ലോകം എന്നെ മൂല്യം കണക്കാക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്നിലെ മൂല്യം കണ്ടെത്തണം, എന്നിലെ കഴിവ് കണ്ടെത്തണം. ഞാൻ ആരാണെന്ന് ഞാനായിട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെടണം. ഒന്നിനെ കൊണ്ടും എന്നെ തകർക്കാൻ പറ്റില്ല എന്നുള്ള സ്വയം ബോധം എന്നിലുണ്ടാകുമ്പോൾ മറ്റ് എന്ത് വന്നാലും നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളെ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. പിന്നല്ലേ ഈ അവഗണിക്കുന്നവരെ ശ്രദ്ധിക്കാൻ. നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് സമയം പരിമിതമായിരിക്കുമ്പോൾ നമ്മളെ ദ്രോഹിക്കുന്നവരെ പറ്റി ആലോചിക്കാൻ എവിടെയാണ് സമയം? പുച്ഛിക്കാൻ പോലും നമുക്ക് സമയമില്ല. അതുകൊണ്ട് പുച്ഛം പോലും മറന്നു പോകും. അവരെ പുച്ഛിക്കണമെങ്കിൽ അതിന് നമുക്ക് സമയം വേണ്ടേ? അതില്ല നമ്മുടെ കയ്യിൽ. അപ്പൊ പിന്നെ നമ്മൾ പുച്ഛം പോലും മറന്നു പോകും. പിന്നെ അങ്ങനവരെ നമ്മളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ട ഭാവം പോലും നമുക്ക് നടിക്കാൻ തോന്നില്ല. കാരണം അവരാരാ എനിക്കറിയില്ല. അൺനോൺ. അത് ബന്ധുവാവാം, ശത്രുവാവാം, കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, അല്ലെങ്കിൽ എന്താ പറയാ, ചേട്ടനിയന്മാരാവാം, അമ്മയും അച്ഛനും എന്തായാലും ആ കൂട്ടത്തിൽ പെടില്ലല്ലോ. അല്ലെങ്കിൽ വലിയ ബിസിനസ് കണക്ട്, എന്താ പറയാ, എങ്ങനെയായാലും നെറ്റ്വർക്ക് ആവും. അവിടെ എന്നും നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മൾ മാത്രമാവണം.
ഇതാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് സഹോദരിയോട് പറയാനുള്ളത്. ഭർത്താക്കന്മാരുടെ മുമ്പിലോ ഭാര്യമാർ അല്ലെങ്കിൽ രണ്ടുപേരോട്, ഭർത്താക്കന്മാരുടെ ഭാര്യമാരോട് ഒക്കെ പറയാനുള്ള കാര്യം, നമ്മൾ മൂല്യം നിർണ്ണയിക്കേണ്ടത് നമ്മളിൽ മാത്രമാണ്. നമ്മളിൽ മൂല്യം നിർണ്ണയിക്കുമ്പോൾ മറ്റുള്ളവന് അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഇവിടെ കൃത്യമായി ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, വൈ പീപ്പിൾ ഇഗ്നോർ യു. അതിന്റെ ഉത്തരം, ആൾക്കാരല്ല നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇഗ്നോർ ചെയ്തത്. നിങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആൾക്കാര് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, പക്ഷെ ലോകം നിങ്ങളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ലോകം നിങ്ങളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അല്ലേ? ഒറ്റ കാര്യം ഓർമ്മിച്ചോളുക. ലോകം നിങ്ങൾ കൂടുതലുള്ള കഴിവുകളെ കണ്ടിട്ടല്ല നിങ്ങളെ തിരിച്ചറിയുന്നത്. അതായത് ലോകം നിങ്ങളുടെ കഴിവുകൾ കണ്ടിട്ടല്ല തിരിച്ചറിയുന്നത്, ലോകം നിങ്ങളുടെ ഫലങ്ങൾ കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത്. ഇപ്പൊ ഞാൻ വലിയ കഴിവുള്ളവനാണ് എന്ന് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ഞാൻ വലിയ കഴിവുള്ളവനാണ്, ഞാൻ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്, ഞാൻ എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് നിങ്ങളടുത്ത് വന്നിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല. പകരം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ എനിക്ക് വില നൽകുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, നിങ്ങളിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കും എനിക്കും ഗുണകരമായി മാറി എന്ന് നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ എനിക്ക് വില നൽകുന്നത്. അല്ലാതെ ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡിന്റെ മുകളിൽ 10 ഡിഗ്രികളും എഴുതി വെച്ച് ഇതുണ്ടായതുകൊണ്ട് നിങ്ങൾ എനിക്ക് വില നൽകില്ല. അങ്ങനെ സാധ്യമേ അല്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്കും എനിക്കും ഗുണകരമായി മാറുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നിങ്ങൾ എനിക്ക് വില നൽകുകയുള്ളൂ. അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോളൂ, സ്വർണ്ണ ഒന്ന് ടൈപ്പ് ചെയ്തേ. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തേ ഇത് നിങ്ങൾക്കും അപ്ലിക്കേ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളുടെ ജീവിതത്തിലും ഇതെന്തേ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഇത്രയും പഠിച്ച ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. സാറേ, ഞാൻ ഒരുപാട് പഠിച്ച ആളാണ്, എൻ്റെ ഭർത്താവിന് ഒരു വിലയും നൽകുന്നില്ല എന്ന് പറഞ്ഞു. എന്താ പഠിച്ചത്? ഞാൻ ബിടെക് കഴിഞ്ഞു, MBA കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു, അതും നല്ല കോളേജിൽ നിന്ന് ഹൈ മാർക്കോട് വെച്ച്. പക്ഷെ ഭർത്താവ് ഒരു വിലയും നൽകുന്നില്ല. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 12 വർഷമായി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വീട്ടിലുണ്ട്. എത്ര കുട്ടികൾ? 2 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം തിരിച്ചു ചോദിച്ചുള്ളൂ, പെങ്ങളെ, 2 കുട്ടികളെ പെറ്റു പോറ്റാനായിട്ട് നിങ്ങൾക്ക് MBA വരെ എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. ജോലിക്ക് പോയോ? ജോലി ഒന്നും കിട്ടിയില്ല സാറേ. ഇഷ്ടംപോലെ ജോലിക്ക് ട്രൈ ചെയ്തു, ഒരു ജോലിയും കിട്ടിയില്ല. 12 വർഷമായി MBA കഴിഞ്ഞ് ജോലി കിട്ടിയില്ല. ഭർത്താവിന്റെ തെറ്റാണോ ഇവരുടെ തെറ്റാണോ? തെറ്റോ ശരിയോ എന്ന് പറയുന്നില്ല. ആരാണ് ഒരു ജോലി കണ്ടുപിടിക്കേണ്ടത്? എന്താണ് വിഷയം? ദർ ഈസ് സംതിങ്, അല്ലെ? എവിടെയോ ഒരു പാകപ്പിഴയുണ്ട്. ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ? കൊള്ളും. അപ്പൊ ലോകം നിങ്ങളെ എത്ര പരിഹസിച്ചു എന്നതിനല്ല പ്രാധാന്യം, നിങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടോ എന്നത് മാത്രമാണ്. ലോകം നിങ്ങളെ എത്ര പരിഹസിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അവരെഴുന്നേറ്റ് കൈയടിച്ചിരിക്കും. അവരെഴുന്നേറ്റ് കൈയടിക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. കാരണം ലോകം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഓരോ വ്യക്തിയെ നിങ്ങൾ എടുത്തോളൂ. ഇന്ന് ലോകത്ത് എത്ര വലിയ നേതാവായാലും, എത്ര വലിയ ബിസിനസ്സുകാരനായാലും, എത്ര വലിയ പ്രശസ്തനായി മാറിക്കഴിഞ്ഞാലും ആദ്യകാലത്ത് ലോകം അവനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അവന്റെ ഫലങ്ങൾ ലഭിച്ചു, അവൻ ഉയർന്നു എന്ന് കാണുമ്പോൾ കൈയടിക്കാൻ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും, മുൻനിരയിലുണ്ടാവും. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ എന്നെ അവഗണിച്ച് ഇപ്പോഴും പരിഗണിക്കാത്ത ആൾക്കാരൊക്കെ നാളെ ഞാൻ ഒരു അവാർഡ് പോയി വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ അപ്രിസിയേഷനുമായിട്ട് വരും. ഫസ്റ്റ് അപ്രിസിയേഷൻ അവരുടെ ആയിരിക്കും, ബാക്കിയുള്ളവരുടെ. ലോകത്ത് ഏറ്റവും വലിയൊരു അവാർഡ് വാങ്ങിച്ചു വരുമ്പോൾ ആദ്യം അവർ പറയുന്നതാണ്, നമ്മൾ നേരിട്ട് അവര് അപ്രിസിയേഷൻ ചെയ്തില്ലെങ്കിൽ അവർ പറയുന്നതാണ്, കണ്ടോ, എന്റെ ആളാണ് കേട്ടോ, എന്റെ കൂട്ടുകാരനാണ് കേട്ടോ, എന്റെ അനിയനാണ് കേട്ടോ, എന്റെ ഏട്ടനാട്ടോ, ആദ്യം പറയും. അത് അകത്തുനിന്ന് വരും അറിയാതെ. ഇതാണ് ലോകം. ഇങ്ങനെ ലോകം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ അവഗണിച്ചവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി, നിങ്ങളെ മാറ്റിയെടുത്ത നിങ്ങളുടെ പുതിയ ജീവിതം കാണിച്ചു കൊടുക്കണം. അനുഭവങ്ങളുണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് മിക്കവർക്കും നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും അനുഭവമുള്ളവരാണ്. നമ്മളെ ലൈവ് ക്ലാസ് സെഷനിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആൾക്കാരുണ്ട്, സാറേ, ജീവിതം മാറിപ്പോയി. കുടുംബത്തിൽ മാത്രമല്ല, കുടുംബത്തിലെ പരിഗണന മാത്രമല്ല,
സമൂഹത്തിൽ സകല ആൾക്കാരും പരിഗണന. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ സന്തോഷത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഗുണം എന്താ അറിയോ? കുടുംബത്തിൽ എന്ത് വിഷയം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിച്ചു ചോദിക്കും, അതെ ഇങ്ങനെ സംഭവം ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? അതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിഗണിച്ചിട്ട് പോലുമില്ല. ആ ആള് പറയുന്ന വാക്കിനെ കുടുംബത്തിൽ ഒരാൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഇപ്പോ കുടുംബത്തിലെ അവസാന വാക്ക്. ഇല്ലേ? അനുഭവങ്ങളുണ്ടല്ലോ അല്ലേ? ഇവിടെ എല്ലാവർക്കും എത്ര പേർക്ക് അനുഭവങ്ങളുണ്ട്? എല്ലാവർക്കും അനുഭവമുണ്ട്. നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അപ്പാടെ പ്രാവർത്തികമാക്കുമ്പോൾ കുടുംബത്തിൽ അത്രയും മാറ്റങ്ങൾ വരുന്ന കാണാൻ പറ്റും. ഇതെല്ലാം അനുഭവം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ അത്രയും കൃത്യമായി നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുടുംബം ശ്രദ്ധിക്കും. കണ്ടോ, എന്തോ ഒരു പരിപാടി പത്മിനിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ അത് സംഭവം? മിണ്ടാതിരുന്നാൽ മതി, ഒന്നും പറയേണ്ട ആ സമയത്തൊന്നും. ഓക്കെ ശരി കേട്ടോ എന്ന് പറഞ്ഞു ഒരു 4 പ്രാവശ്യം കഴിയുമ്പോൾ വിഷയം വരുമ്പോൾ ആൾക്കാർ വിളിക്കും, ഹലോ, എന്റെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാവോ എന്ന് പറയും. അപ്പോഴാണ് നമുക്ക് വില മനസ്സിലാക്കുക. ഇത് മാറ്റത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അവനവനെ മാറ്റിയെടുക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദ റിയൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് പവർ. നിങ്ങളുടെ ജീവിതം മാറുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ജീവിതം മാറ്റുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ് മാറ്റം. നിങ്ങൾ അവഗണിച്ചതും അതേ ഒരു വിഷയത്തിലാണ്, നിങ്ങൾ അംഗീകരിക്കുന്നതും അതേ വിഷയത്തിലാണ്. ചേഞ്ച് യുവർ മൈൻഡ് ഫ്രീക്വൻസി. നിങ്ങളുടെ മനസ്സിന്റെ ഫ്രീക്വൻസിയെ മാറ്റുക. എന്താണ് മൈൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? തോട്ട് ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ തോട്ട് പവർ ആണ്. തോട്ട് പവർ എന്ന് പറയുന്നത് എനർജി ഫീൽഡ് ആണ്. ആ എനർജി ഫീൽഡിനെയാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പോയി നമ്മുടെ എനർജി ഫീൽഡൊക്കെ മാറിയിട്ട് നമ്മൾ നാലാളെ മുമ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാർ തോന്നും, ഇയാളോടൊന്ന് സംസാരിക്കണമല്ലോ, ഇയാളോടൊന്ന് മിണ്ടണമല്ലോ. ഞാൻ ഓഫ് റെക്കോർഡിൽ ഒരു ചെറിയൊരു കാര്യം പറയാം, അത് പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കണം, അതിന്റെ ഒരു മാറ്ററാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ന്യൂറോ സയന്റിഫിക്കലായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിനെ പറ്റി പറഞ്ഞാൽ, മനസ്സ് മാറിയാൽ അല്ലെങ്കിൽ മനസ്സ് മാറ്റിയാൽ എന്തു മാറും? മനസ്സ് മാറിയാൽ പെരുമാറ്റം മാറും. പെരുമാറ്റം മാറിയാൽ ഫലം മാറും. ഫലം മാറിയാൽ എന്ത് സംഭവിക്കും? ലോകം നിങ്ങളെ കാണുന്ന വിധി മാറും. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. ഇത് വലിയ കോംപ്ലിക്കേഷൻസും ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ പ്രശ്നം എവിടെയാണെന്നറിയോ? മനസ്സ് മാറണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് മാറാൻ നോക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പഴയ ഓർമ്മകൾ, പരാജയത്തിന്റെ മുറിവുകൾ, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിച്ച നിന്ദകൾ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അനുഭവിച്ച അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നൽകിയ വലിയ പാടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഏറ്റ വലിയ അനുഭവങ്ങൾ ഉണ്ടാവും, സമ്പത്ത് വരാത്തതിന്റെ വിഷമം ഉണ്ടാകും, ഞാൻ ഒന്നുമല്ല എന്നുള്ള ആത്മദുർബലത നമ്മൾ അനുഭവിക്കും. ഇവിടെയാണ് യഥാർത്ഥ വിഷയം. ഇവയൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ എനർജി സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നറിയുക. അതുകൊണ്ട് 100 പ്രാവശ്യം ശ്രമിച്ചാലും ഫലം കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കണം. അതിന് ഇത് മാറ്റണം, എങ്കിൽ മാത്രമാണ് ചെയ്യുന്നത്. 4ാമത്തെ കാര്യം, എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കടന്നുപോയി. എനർജി ഷിഫ്റ്റ്, ദ റിയൽ ആൻസർ വരുന്ന അവിടെയാണ്. നിങ്ങൾ എനർജി ഷിഫ്റ്റ് എന്ന സത്യത്തെ മനസ്സിലാക്കണം. മനുഷ്യൻ എപ്പോഴും ഇവല്യൂഷൻ എന്നവരാണ്. ഇവല്യൂഷനാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇവല്യൂഷനെ നിർത്താൻ ഒന്നിനും ആർക്കും സാധിക്കില്ല എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഞാൻ മാറാൻ തയ്യാറാണ്, എന്നെ നിർത്താൻ, എന്നെ മാറ്റത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വേറെ ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകും. ഞാനിവിടെ വളരെ ഡീപ്പായിട്ട് കോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചിരുത്തി പഠിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഓരോ നിമിഷവും തൊട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ വിഷയം, നിങ്ങൾ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുത്താൽ നിങ്ങൾ വീണ്ടും പഴയ പോലെയാകും എന്ന് തൊട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതാ ഈ ക്യാരക്ടറാണ് നിങ്ങളുടെ വിഷയം, ഇതൊന്ന് മാറ്റിപ്പിടിക്കുക. ഇല്ല, ഒരു രക്ഷയുമില്ല. 6 മാസം 1 വർഷം ശ്രമിച്ചിട്ട് പോലും ആ പഴയ ചിന്തയിൽ നിന്ന് മാറാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് ഹൃദയപൂർവ്വം എന്താ പറയാ ഒരു ഇതായി പറഞ്ഞോട്ടെ.
പറ്റില്ല. നമ്മൾ ഞാൻ ഇരുത്തി സ്പെഷ്യൽ സെഷൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാറിയാൽ മതി, മാറ്റമുണ്ടാവും. കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളെ അവർക്ക് തന്നെ അംഗീകാരങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തോ അംഗീകാരം കിട്ടുമെന്ന്. എന്നിട്ടും മാറാൻ തയ്യാറില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ നിങ്ങളുടെ ഇവല്യൂഷനെ തകർക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്, വേറെ ആരുമില്ല. അത് കഴിയുന്നത് നിങ്ങൾക്കാണ്, കഴിയാതിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പഴയ മുറിവുകളോട് കൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. പഴയ മുറിവുകളെ മറന്നിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് തന്നെയാണ് വഴി. ഇതെല്ലാം സയന്റിഫിക്കലി ആണ് പറയുന്ന കാര്യങ്ങളാണ്. എനർജി ഫ്ലോസ് വേർ യു ഫോക്കസ്, അല്ലെങ്കിൽ എനർജി ഫ്ലോ വേർ ഫോക്കസ് ഗോസ്. ഇതാണ് തത്വം. നിങ്ങൾ എങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത് അത് മാത്രമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ എത്ര മാറിയാലും നിങ്ങൾ പറയുന്നു, ഭർത്താവ് എന്നെ ഇന്ന് കണ്ടില്ല, ഇന്ന് പരിഗണിച്ചില്ല, ഞാൻ ചായ കൊടുത്തപ്പോ താങ്ക് യു പറഞ്ഞില്ല. എവിടെയാണ് നിങ്ങൾക്ക് ഇതിന് സമയമുള്ളത്? ഞാൻ സിമ്പിൾ ആയിട്ട് ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ 6 മാസം ഇരുത്തി പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞു, റെഡിയാണ്, റിസൾട്ട് ഒക്കെ കഴിഞ്ഞു. അവർ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വീഡിയോന്റെ അപ്രിസിയേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ പിറ്റേ ദിവസം പറയണം, സാറേ ഒരു സങ്കടം, എന്നെ കൊണ്ട് പറ്റില്ല ഈ പരിപാടി, ഞാൻ നിർത്താൻ പോവാണ് കേട്ടോ. എന്ത് പറ്റി? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഭർത്താവിന് അയച്ചു കൊടുത്തപ്പോൾ ഭർത്താവ് എന്നോട് താങ്ക് യു വെരി ഗുഡ് എന്ന് പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. തീർന്നില്ലേ ജീവിതം? എന്ത് പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇതല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തളർച്ചയും നിരാശയും പാസ്റ്റ് പെയിനും റിജക്ഷൻസും സംഭവിക്കുന്നത് സ്വന്തം മനസ്സിൽ നിന്നാണ്. ഫോക്കസ് എവിടേക്കാണ്? ഭർത്താവിന്റെ അപ്രിസിയേഷൻ പോരട്ടെ പോരട്ടെ പോരട്ടെ, ഇതാണോ ഫോക്കസ്? ഫോക്കസ് ഞാൻ ചെയ്ത പ്രവൃത്തി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഭർത്താവിന്റെ അപ്രിസിയേഷന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ഭർത്താവ് എന്ത് തിരക്കിലാണ്, ഏതിലാണെന്ന് ആർക്കറിയും? ഇല്ല. ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് വേണ്ടതിലേക്കാണ്, എനിക്ക് ലഭിക്കേണ്ടതിലേക്കായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ അപ്രിസിയേഷൻ കൊണ്ട് വളരുന്നവരല്ല. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ക്രോരി തരിക്കുന്നുണ്ടാവാം. മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ ഒരു കാര്യമില്ല. ഓപ്പണായിട്ട് പറയാം, ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നത് മാത്രമാണ് കാര്യം. മോട്ടിവേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അത് മാറ്റപ്പെടുത്താൻ അകത്ത് നിന്ന് ഇങ്ങനെ ബേണിംഗ് ആയിട്ടുള്ള ഒരു സംഭവം വരണം. അത് കൊണ്ടുവരണം സുഹൃത്തുക്കളെ, അത് നിങ്ങൾ കൊണ്ടുവരണം. ജീവിതം മാറ്റുന്നത് അങ്ങനെയാണ്. യുവർ വൈബ്രേഷൻ ആണ് നിങ്ങളുടെ വൈബ്രേഷൻ ആണ് റൈസ് ചെയ്യേണ്ടത്. വൈബ്രേഷനിലെ മാറ്റത്തിലൂടെ മാത്രമാണ് നമുക്ക് ജീവിതത്തെ മാറ്റമുണ്ടാകും. സാധ്യതകൾ ഓപ്പൺ ആവുന്നത് വൈബ്രേഷനുകൾ മാറുമ്പോഴാണ്. റൈറ്റ് പീപ്പിൾ നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ മാറുമ്പോഴാണ്. മണി ഫ്ലോ ആയിട്ട് വരുന്നത് വൈബ്രേഷൻ മാറുമ്പോഴാണ്. റെസ്പെക്ട് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ വൈബ്രേഷനുകൾ മാറുമ്പോഴാണ്. ഇത് ഭാഗ്യമായിട്ടുണ്ടാകുന്ന കാര്യമൊന്നുമല്ല. മൈൻഡ് പ്ലസ് എനർജി അലൈൻമെന്റ്, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി, ജീവിതം മാറും. അതിന് പഠിക്കണം, അറിയണം, മാറ്റണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഓൾറെഡി ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റായ മൈൻഡ് ഫ്രീക്വൻസി, മൈൻഡ് അലൈൻമെന്റ് കൊണ്ടാണ്, തെറ്റായ എനർജി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ശരിയായ എനർജിയിലേക്ക് മാറാൻ കണ്ണടച്ചിരുന്നാൽ നടക്കുമോ? അറിയണം, മാറ്റണം ഇതിനെ. നിങ്ങൾ പോയ വഴി തെറ്റാണെന്ന് പറഞ്ഞാൽ തിരികെ നടക്കുക തന്നെ വേണം. അല്ലാതെ അവിടെ ഇരുന്ന് തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല. ഇമോഷണൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവണമെങ്കിൽ, ഇമോഷണലായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇമോഷണലായിട്ട് തന്നെ മാറണം. അതിന് തിരിച്ചു വരവ് നടത്തുക തന്നെ വേണം. അത് പഠിച്ച് പ്രോഗ്രാം, ഇതെല്ലാം മൈൻഡിലുള്ള പ്രോഗ്രാമുകളാണ്, മറ്റൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം പ്രോഗ്രാമിൽ എവിടെയാണ് മിസ്റ്റേക്ക്. ഈ ഒരു സാധനത്തെ മാറ്റപ്പെടുത്തിയാൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന അതേപോലെ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുമ്പിലേക്ക് എത്ര പേര് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പറ്റി അറിയുമെന്നറിയില്ല. എന്നാലും നിങ്ങൾ മക്കളോട് ചോദിച്ചോണം എന്താണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ ജീവിതവും. എവറിഥിങ് ഇസ് പ്രോഗ്രാംഡ്. അതിനെയൊക്കെ പണ്ട് പുരാണങ്ങളിൽ എല്ലാം നിശ്ചിതമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, ദൈവം അവിടെ നിന്ന് എഴുതി തയ്യാറാക്കി കൊടുത്തുവിട്ടതാ. മീന ഇങ്ങനെ ആയിക്കോട്ടെ, ജയ ഇങ്ങനെ ആയിക്കോട്ടെ, ബിന്ദു ഇങ്ങനെ ആയിക്കോട്ടെ, അസൈനാർ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് ദൈവം തമ്പുരാൻ അവിടെ നിന്നുള്ള കിതാബിൽ എഴുതി കൊടുത്തു വിട്ടു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതല്ല എന്ന് മനസ്സിലാക്കണം. അതെന്നുവെച്ചാൽ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. എല്ലാം പ്രോഗ്രാംഡ് ആണ്, എല്ലാം എഴുതി തയ്യാറാക്കിയ. ആരാണ് എഴുതി തയ്യാറാക്കിയത്? മറ്റാരുമല്ല, ഞാൻ തന്നെ എന്റെ ജീവിതത്തെ എഴുതി തയ്യാറാക്കിയതാണ്. എന്നിട്ട് എനിക്കത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മാറ്റത്തിന് വിധേയമാണെങ്കിൽ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ഏറ്റവും സിമ്പിളും ഏറ്റവും പവർഫുള്ളുമായ ക്ലാസ്സുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കുകയല്ല. ക്ലാസ് എടുത്തത് കൊണ്ട് മാറ്റം ഉണ്ടാകുന്ന ഒരാളും പ്രതീക്ഷിക്കരുത്. ക്ലാസ് എടുത്താൽ മാറ്റം ഉണ്ടാകുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമാണ്. അയാളുടെ പേരൊന്ന് പറയാമോ?
ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്ന ഒരേ ഒരാൾക്കാണ്. ആളെ പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് പോട്ടെ, പെട്ടെന്നാവട്ടെ. നിങ്ങൾ എല്ലാവരും ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് എടുത്താൽ ഒരാൾക്ക് മാറ്റം ഉണ്ടാവും. ക്ലാസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് മാറ്റം ഉണ്ടാവും. ആർക്കാണ്? ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സാറിന് മാറ്റം ഉണ്ടാവും, സാറിന്റെ കാശ് കൂടും. ക്ലാസ് പ്രാക്ടീസ് കഴിഞ്ഞാൽ സാറിന് മാറ്റം ഉണ്ടാവും, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് മാറ്റം ഉണ്ടാവണോ, 2 പേർക്ക് മാറ്റം ഉണ്ടാവണോ? നമുക്ക് ഒരു വെടിക്ക് 2 വേണോ, ഒരു പക്ഷി വേണോ? എങ്കിൽ സാറിന് വേണ്ടി മാത്രം മാറ്റം ഉണ്ടാക്കണ്ട. സാറിന് മാറ്റം ഉണ്ടാവണം, അത് ആവശ്യമാണ് കേട്ടോ, അതൊന്നും തർക്കമില്ല, മാറ്റം ഉണ്ടാവണം. പക്ഷെ നിങ്ങൾക്കും കൂടി വേണം. അപ്പൊ ക്ലാസ് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, ചോദ്യം ചോദിക്കുക, സാറിനോട് ചോദിക്കുക, സാറേ എന്താ ഇതിങ്ങനെ? അപ്പൊ സാറ് പറയും ഇങ്ങനെയാണ്. എന്നിട്ടും ചോദിക്കുക, പിന്നെയും ചോദിക്കുക. അപ്പൊ നിങ്ങൾക്കത് തറക്കും അവിടെ. ഇത് ഇങ്ങനെയുള്ളൂ, ഇത്രയേ ഉള്ളൂ അല്ലേ, എന്നാ പിന്നെ ഒരു കൈ നോക്കാം എന്ന് കരുതി ജീവിതം മാറിപ്പോകും. ജീവിതം മാറുന്ന മാത്രമല്ല, നിങ്ങൾ വരുമ്പോ വഴി തടഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങൾ പോകുമ്പോ ഭവ്യതയോടെ വരൂ, കയറിയിരിക്കൂ, സുഖാണോ എന്ന് പറയണമെങ്കിൽ നമ്മൾക്കിത് ഉണ്ടാവണം. ഒന്നും ചെയ്യില്ല, പക്ഷെ എല്ലാം മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് മാറും. ഒന്നും ചെയ്യില്ല, എല്ലാം മാറണമെങ്കിൽ എല്ലാം മാറും. പക്ഷെ മാറുന്നത് തിരിച്ചായിരിക്കുന്നേ ഉള്ളൂ. ഒന്നും ചെയ്യാതെ എല്ലാം മാറുന്നെങ്കിൽ ആ മാറ്റം ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ തിരിച്ച് ആണ് ചിന്തിക്കേണ്ടത്, എല്ലാം ഞാൻ ചെയ്യാം, എല്ലാം മാറും എന്ന അവസ്ഥയിലേക്ക്. അല്ലെങ്കിൽ ഞാൻ എന്നെ മാറ്റാം, അപ്പോൾ ലോകം മാറും എന്ന് വിശ്വസിക്കുന്നവരോട് മാത്രമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചേക്കാം, ഒറ്റ കാര്യത്തിൽ ഉത്തരം പറയാം. ഞാൻ ശ്രമിച്ചാൽ, ഞാനല്ല, നിങ്ങൾ ഓരോ ആളും, ഞാൻ ശ്രമിച്ചാൽ എന്നെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നവർ എസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ വിചാരിച്ചാൽ എന്നെ മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ആൾക്കാരിൽ 50% ടൈപ്പ് ചെയ്യൂ, ഇതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ, നിങ്ങൾ മാറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞു, അവർക്ക് എൻ്റെ ഭർത്താവ് ശ്രമിച്ചാൽ ഞാൻ മാറിക്കളയും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശ്രമിച്ചാൽ ഞാൻ മാറും എന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതിൽ എനിക്ക് പങ്കില്ല, ആ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇവിടെ വീണ്ടും മനസ്സിലാക്കണം. യെസ്, പോരാ, സ്പീഡ് പോരാ, ടൈപ്പ് ചെയ്യാൻ സ്പീഡ് പോരാ, ഇപ്പോഴും വിശ്വാസമില്ല. യെസ്, മാറിയവരാണ്. ദേവി ദാമോദരനൊക്കെ പറഞ്ഞത് മാറിയ കഥകളൊക്കെ എന്നോട് ഇന്നലെ മെസ്സേജ് അയച്ചു. സന്തോഷം. അതൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. ശ്രമിക്കുന്നു എന്നുള്ള കാര്യമേ ഇല്ല. ശ്രമം എങ്ങനെയാണ് അവിടെ? ശ്രമമില്ല. ശ്രമം എന്ന് പറയുന്ന വാക്കിന് ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുന്നു എന്നതല്ല, മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. മാറ്റമുണ്ട്, വെരി ഗുഡ്. ശ്രമിക്കുന്നു, മാറ്റമുണ്ട്, അങ്ങനെ തന്നെയാണ്, കറക്റ്റ്. യെസ്, ഓക്കെ. ഇനി കുറെ ആൾക്കാർ ഇല്ലാത്തുണ്ട്, പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു പോകാം. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം ചിരിച്ചത്? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം ചിരിച്ച ആളാരാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങളുടെ കഴിവുകളെ പറഞ്ഞപ്പോൾ ആരാണ് നിങ്ങളെ ആദ്യം അവഗണിച്ചത്? ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നിങ്ങളുടെ മാറ്റം കാണാൻ തയ്യാറാവാത്തവർ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റും? നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാരാണ്? ആൾ പേരുണ്ടോ? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടേണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോ ആദ്യം നിങ്ങളെ കളിയാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് ചിരിച്ചത് ആരാണ്? അവന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ? രണ്ടാമത്തെ ചോദ്യം അത് തന്നെ. യെസ്, ഇതാണ് എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ഗുണം. എല്ലാവരും ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് പറയും. ഞാൻ തന്നെയാണ് ആദ്യം ചിരിച്ചത്, ഇല്ലേ? മറ്റാരും ചിരിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് നമ്മളെ ആരെയാ? ഒരു ബന്ധവും ഇല്ലാത്ത ഭർത്താവിനെയും ബന്ധുക്കളെയും അനിയന്മാരെയും ഏട്ടന്മാരെയൊക്കെ നമ്മൾ പറഞ്ഞു തന്നു, അല്ലെ? ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെ സംഭവിച്ചത്. അല്ല, അവർ കാരണമേ അല്ല, ഞാൻ തന്നെയാണ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ്. ഒരു തർക്കമില്ല, അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഏതൊരാളത്ത് വന്ന് പറഞ്ഞ് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ചിന്തകളിൽ നിന്നുണ്ടായതാണ്. നിങ്ങളുടെ കഴിവുകളെ പറ്റി നിങ്ങൾ പറഞ്ഞ ആരാണ് നിങ്ങളെ ഏറ്റവും അവഗണിച്ചത്? എനിക്കിത് പറ്റുമോ? എന്നെ കൊണ്ട് സാധിക്കുമോ? ഇതിൽ ഞാൻ വിജയിക്കുമോ? ആ ആണ് പോയതല്ലേ? ഇത് മാത്രമാണ്.
ഇനി നിങ്ങളുടെ ആഗ്രഹിക്കാത്തവരാരാണ്? ആഗ്രഹിക്കാത്ത ആളാരാണ്? അതും ഞാൻ തന്നെയാണ്. എനിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് എനിക്ക് മാറ്റം വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ എന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്നതല്ലേ, നിങ്ങൾ യഥാർത്ഥ വിഷയം നിങ്ങൾക്ക് എഴുന്നേക്കുന്നത് ലേറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേക്കണം എന്ന് പറഞ്ഞു. അയ്യോ സാറേ പറ്റില്ല, 5 മണിക്ക് എഴുന്നേക്കും. അതെന്താ പ്രശ്നം? എന്റെ ഭർത്താവ് 6 മണിയാതെ അലാറം വെക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അതെന്താ സംഭവം? വീട്ടിൽ അലോഡ് അല്ലേ സാറേ? 5 മണിക്ക് എഴുന്നേക്കാൻ വീട്ടിൽ അലോഡ് അല്ല. എന്താ കഥ? എന്താ വീട്? സ്വർഗമല്ലേ ഇതല്ലേ? അയ്യോ ഞാൻ വിചാരിച്ച എനിക്കെങ്ങാനും അങ്ങനത്തെ വീട്ടിലേക്ക് നിൽക്കാം. 6 മണിയൊക്കെ കിടന്നുറങ്ങുക. എന്തൊരു സുഖമായിരിക്കല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ അലറാം വെക്കുന്നത് പോലും മറ്റുള്ളവരെ അടിയറവിലാണ്. എന്തിനാ ജീവിതം? വെടിയുരുളിയും ആണോ? ഒരിക്കലുമല്ല. വെറും തെറ്റായ വാക്കാണെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയല്ല. യെസ്. അപ്പോൾ ഇതെല്ലാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ മാറ്റമുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഒറിജിനൽ പവറിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സാധ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒറിജിനൽ പവർ ഇല്ലാതെ വിശ്വസിക്കുന്ന ഒരാളും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള മടിയാണ് ഇതെല്ലാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവഗണിച്ചവരോടുള്ള നിങ്ങൾക്കുള്ള മറുപടി ദേഷ്യത്തിലൂടെയല്ല, റിവെഞ്ചിലൂടെയല്ല, ആർഗ്യുമെന്റിലൂടെയല്ല. ഒരു സിസ്റ്റം മാത്രമാണ്. അവനവനെ മാറ്റാനുള്ള ഒരു മെത്തേഡാണ്. ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കണം. അത് മൈൻഡ് പ്രോഗ്രാമിങ്ങിലൂടെ, ജേണി ടു ഹാപ്പിനെസ്സിലൂടെ, എനർജി റീസെറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളുടെ സെൽഫ് വർത്ത് ഉയർത്തുക, മൂല്യം സ്വയം ഉയർത്തുക, നിങ്ങളുടെ വൈബ്രേഷനുകളെ ചേഞ്ച് ചെയ്ത് നിർത്തുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇതുപോലുള്ള ത്രസിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളൊരു മാഗ്നറ്റായി സ്വയം മാറുക. ആൾക്കാർ നിങ്ങളെ അടുത്ത് വന്ന് നിൽക്കാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വൺസ് അപ്പോൺ എ ടൈം അവഗണിച്ചവരെയൊക്കെ ഇങ്ങനെ വന്നിട്ട് 1 മിനിറ്റ് എനിക്ക് സമയം തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ, നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയി മാറണമെങ്കിൽ, നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ റെസ്പെക്ട്ഫുൾ ആക്കി മാറ്റിയിരിക്കണം. നിങ്ങളുടെ നടത്തവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ബിഹേവിയറും കോൺഫിഡൻസും കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇയാളെ എനിക്ക് വേണമല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത്. ഇത് സാധ്യമാണ്, എല്ലാവർക്കും സാധ്യമാണ്. അല്ലാത്തവരാരുമില്ല. കാരണം എല്ലാവരുടെയും മസ്തിഷ്കം ഒന്ന് തന്നെയാണ്. ഈ മസ്തിഷ്കത്തെ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതിന് മാത്രം അടിസ്ഥാനപ്രതിയായിരിക്കും കാര്യം. വേറെ ഒന്നുമില്ല. ഈ ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം. ലോകം നിങ്ങളെ അവഗണിച്ചതിന്റെ വേദനയിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും തുടരണോ? അല്ല, ലോകം നിങ്ങളെ അവഗണിച്ച വരെയുള്ളിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണോ? ഇത് നിങ്ങളുടെ തീരുമാനമാണ്. രണ്ടിലേതും നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ അങ്ങനെ തിരിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് അവരെ അത്ഭുതപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവണം. ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ലോകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദ പവർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അതിന്റെ പവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂ വേർഷൻ ഓഫ് യുവർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളുടെ പുതിയ വേർഷൻ തയ്യാറാണെങ്കിൽ മാത്രം നടത്തുക. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമായി മാറി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഗുണകരമായി മാറിയെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ഏതെങ്കിലും പറഞ്ഞതിൽ ഇത്രത്തോളം ജീവിതത്തിൽ അർത്ഥമുണ്ട് എന്ന് പറയുന്നവർ സംസാരിക്കാൻ സമയം തരാം. ജീവിതം കൊണ്ട് തന്നെയാണ് എഴുതേണ്ടത്. നിങ്ങൾ മാറുമ്പോൾ ഈ ലോകം തന്നെ മാറും എന്ന് മാത്രം ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുള്ളത് ചോദിക്കാം. ഇല്ലല്ലേ? പറയട്ടെ സാർ. ചോദിച്ചോ. അല്ല, എന്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ മാറിയപ്പോ ഒരുപാട് മാറ്റങ്ങളുണ്ട് സാറിന്റെ ജീവിതത്തിൽ. റിലേഷൻഷിപ്പിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ തന്നെ മാറിയ ക്ലാസ്സുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ സാർ ആണ് മാറ്റം ഉണ്ടായത്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. മനസ്സിൽ എല്ലാവരും ഒന്ന് കൺഗ്രാറ്റുലേറ്റ്, ആതിരെ ഒന്ന് എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്ത്. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും എന്താ പറയാ, പെർഫെക്റ്റ് ടൈമിംഗ്, എല്ലാ ക്ലാസ്സുകളും വ്യക്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും മിടുക്കി കുട്ടി. അത് ജീവിതത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. കാരണം വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായ പ്രാക്ടീസാണ്. അതിന്റെ ഗുണമാണ് ആതിരെ ഈ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. നിങ്ങൾ എത്രത്തോളം ഇതിലേക്ക് മുങ്ങി താഴ്ന്നു അത്രത്തോളം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നാ പറയാം. അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? അതിലെ താങ്ക് യു വെരി മച്ച്. യെസ്, പറയൂ. ഞാൻ റഹീനയാണേ. റഹീന പറയും. എൻ്റെ ജീവിതം അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും
പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. നിങ്ങൾ മാറിയപ്പോ കുടുംബം മാറി, വീട് മാറി, മക്കൾ മാറി, മകൻ ഫുള്ള് മാറി, മാറി. ജോലി പോലെ പൈസ. ജോലി പോലെ കാശും കൂടി വരാൻ തുടങ്ങി. ഓക്കെ, വളരെ സന്തോഷം. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. എനിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 4 കൊല്ലം മുമ്പ് എന്റെ ഹസ്ബൻഡ് പോയി. പെട്ടെന്ന് പോയതാണ് കാർഡിയക് അറസ്റ്റായിട്ട്. ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് നിന്നവരെല്ലാവരും നമ്മളെ വിട്ടുപോയി. എന്നുവെച്ചാൽ ഞാനും മോളുമാണ്. അപ്പൊ ഞങ്ങൾ ഒരു ബർഡൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഞങ്ങളോട് വീട് വെക്കണം, കാർ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് കേൾക്കാൻ, അന്ന് എനിക്ക് കേൾക്കാൻ പെട്ടെന്നുള്ള സഡനായിട്ടുള്ള ഇതായതുകൊണ്ട് ഒന്നും മനസ്സിലേക്ക് കയറില്ലായിരുന്നു. ആൾക്കാർ വന്ന് പറഞ്ഞു പോകുമ്പോൾ മോള് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ മോൾ എന്നോട് പറയുമായിരുന്നു, അമ്മ പേടിക്കണ്ട, നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാന്ന് അന്ന് എന്നോടൊരു വാക്ക് പറയുമായിരുന്നു. അപ്പൊ അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞങ്ങളിപ്പോ 4.5 കൊല്ലമായിട്ട് ഞാനും മോള് ജോലി ചെയ്യുന്നുണ്ട്. 1 വർഷം എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ബിസിനസ് ചെയ്തിരുന്നതാണ്. ഞങ്ങളുടെ ഞാൻ പിന്നെ തന്നെത്താൻ ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മോൾ 1 വർഷം എന്റെ കൂടെ സ്റ്റിക്ക് ഓൺ നിന്നിരുന്നു. അത് കഴിഞ്ഞ് മോളെ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലിയായി. അവൾ എന്തൊക്കെ കഴിഞ്ഞപ്പോൾ അവള് ജോലിയായി. അവളെ ഞാൻ വേറെ ജോലിക്ക് വിട്ടു. ഞാൻ തന്നെ ബിസിനസ് ചെയ്തു. പക്ഷെ അന്നൊക്കെ ആരും കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. വീട്ടിലുള്ളവരെല്ലാം മോളാണ്, അപ്പൊ മോള് ഒരു ബർഡൻ ആണെന്ന് അവർക്കൊരു തോന്നില്ല. കല്യാണം കഴിക്കാത്ത കുട്ടിയാണ്. പിന്നെ ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ കടവാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് ഈ വീടും ഞങ്ങൾക്കുള്ള സ്ഥലങ്ങളും ഒക്കെ വിൽക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാ ഇത്രയും വലിയ വീടിന്റെ ആവശ്യം, കാർ എന്തിനാണെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ 4.5 കൊല്ലമായി ഞങ്ങൾ സ്റ്റഡി ആയിട്ട് ജീവിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്നു, അവള് ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകുക. ഒരു സാധനം വിൽക്കാനും ഞങ്ങൾക്ക് ഇത് വന്നിട്ടില്ല. ഞാൻ കൊച്ചിയിലെ പ്രോഗ്രാമിന് സാറിനോട് ലാസ്റ്റ് സംസാരിച്ചത് ഞാനായിരുന്നു. അപ്പൊ നമ്മള് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള അവളുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇപ്പൊ സാറിനോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു, ഇന്നലത്തെ ക്ലാസ്സിൽ. പക്ഷെ എല്ലാവരും ഒരുപാട് പേര് സംസാരിച്ചോണ്ട് ഞാൻ വേണം. ഞാൻ ആദ്യമായിട്ട് ഞാനും മോളും കൂടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ സാധിച്ചു. ഞങ്ങൾക്ക് 10 ദിവസത്തെ സിംഗപ്പൂരാണ് പോയത്. 10 ദിവസം. അവിടെ ഒരു കസിൻ ഉണ്ട്. അവരാണ് ആകെ ഞങ്ങളുമായിട്ട് റിലേഷൻ കാണിക്കണ നമ്മളുടെ ആ കസിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് കുറെ വർഷങ്ങൾ 2017 നമ്മൾ ഓൾറെഡി ഇതെടുത്ത് വെച്ചതാണ്, പാസ്പോർട്ട് എടുത്ത് വെച്ച 2027 എക്സ്പയർ ചെയ്യും. അപ്പൊ അവര് പറഞ്ഞു ഇനി വന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ആ 10 ദിവസം, ഞാനിപ്പോ 13-ാം തീയതി വന്നതേ ഉള്ളൂ. ഞാൻ എന്നോട് പറഞ്ഞു തൃശ്ശൂര് പ്രോഗ്രാമിന് ഞാൻ 13-ന് ശേഷമാണ് ഞാൻ ബുക്ക് ചെയ്തത്. എന്നുവെച്ചാൽ 13-ാം തീയതി വൈകുന്നേരം ഞാൻ എത്തിയത്. അപ്പൊ ഞങ്ങൾ ആ ഇന്റർനാഷണൽ ട്രിപ്പ് പോയി. എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്കൊരു അവാർഡ് കിട്ടി മേയറുടെ ഒക്കെ നല്ല ബിസിനസ് ചെയ്തതിന് ഏറ്റവും നല്ല കൊച്ചി മേയർ എനിക്കൊരു അവാർഡ് തന്നു. അപ്പൊ ഞാനത് ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് വിട്ടപ്പോ എന്നോട് സംസാരിക്കാത്ത കുറെ പേര് സാറിന്റെ ഇന്നത്തെ ക്ലാസ് കറക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ അപ്രീസിയേഷൻ ആൾക്കാർ അന്ന് എന്റെ വീട്ടിലുള്ളവർ ആദ്യമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോ ഞാൻ ആരോടും പറയാണ്ടേ പോയത്. എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞു ഞാൻ പോയത് എവിടെയാ. അപ്പൊ ഓഫീസിന്റെ സ്റ്റാഫിനോടും പറഞ്ഞു, അല്ലാതെ ആരോടും പറഞ്ഞില്ല. ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എന്നെ ഇത്രയും 4.5 വർഷമായിട്ട് വിളിക്കാത്തവരൊക്കെ എന്നെ വിളിച്ചിട്ട് നിങ്ങളിപ്പോ എവിടെയാ, ഞങ്ങളിവിടെ എറണാകുളത്താണെന്ന് പോലും അവർക്ക് അറിയില്ല. അവരെന്നോട് ചോദിച്ചത് നിങ്ങളിപ്പോ എവിടെയാ, അപ്പൊ ദൂരെ എന്താ ചെയ്യണേ, നിങ്ങൾ മോള് കല്യാണം കഴിഞ്ഞോ, മോൾക്ക് പ്രപ്പോസൽ വരെ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇന്ന് എന്നോട് സാർ പറഞ്ഞപ്പോ ഞാനതാണ് ഇന്ന് കറക്റ്റ് എന്റെ ക്ലാസ് കറക്റ്റ് ആയിരുന്നു. സാർ പറഞ്ഞ ക്ലാസ് എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തു, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ എന്തിനാണ് മറ്റുള്ളവര് താഴ്ന്നു പോകുമ്പോഴത്തേക്ക് ആൾക്കാർ സന്തോഷിക്കുക നമ്മളെ കാണുമ്പോൾ. ഒരു ഫംഗ്ഷന് പോയാലും നമ്മളെ അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം ഞാൻ ഈ 4.5 വർഷമായിട്ട് ഞാൻ എല്ലാ ഫംഗ്ഷനും പോകും, ആര് വിളിച്ചാലും പോകും. പക്ഷെ ആരും എന്നോട് മിണ്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ പോകും. അങ്ങനെയായിരുന്നു സാറേ. അപ്പൊ സാറിന് വളരെ പിന്നെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. IRP സിറ്റുവേഷൻ ഒക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. എല്ലാവരും ഒരു വലിയ നല്ലൊരു കയ്യടി കൊടുത്ത ശ്രീലതയ്ക്ക്. പറഞ്ഞതെല്ലാം ആ ജീവിച്ച് കാണിച്ചു തന്ന ഒപ്പം എന്താ പറയാ, വളരെ കൃത്യമായിട്ടുള്ള അതാണ് ഞാൻ ആദ്യം തന്നെ ടൈപ്പ് ചെയ്തത്. എന്റെ മോളെ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് ഒരു 15-16 ദിവസം പുള്ളി പോയിട്ട് ആ 16-ാമത്തെ ദിവസം കണ്ട ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അന്ന് എന്റെ മോൾ എന്നോട് പറഞ്ഞു നമുക്ക് അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാം, അല്ലാതെ നമ്മളൊന്നും ആകൊണ്ട് പറയണ്ട. എനിക്ക് പറയാനൊന്നും സാധിക്കില്ലായിരുന്നു. പക്ഷെ പിന്നെ നമ്മളത് പ്രാവർത്തികമാക്കിയ ഒരാളാണ്. ഹാൻഡ്സ് ഓഫ് യു. നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം. ഈ പ്രചോദനം നിങ്ങൾ എല്ലാ സഹോദരിമാരും ജീവിതത്തിൽ കാണിക്കണം.
അത് എല്ലാവരോടും തീർച്ചയായിട്ടും പറയാനുള്ള നമ്മളെ കൊണ്ട് രീതി സാധിക്കും. നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മളെ ആർക്കും താത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരുടെ ഒന്നും ആരോടും തിരിച്ചു പറയാൻ നിൽക്കണ്ട. നമ്മൾ ജീവിക്കുന്ന കണ്ട് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തോളും. Yes. ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ എന്റെ മോളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ ആകുമെന്ന് ആരും ഇപ്പൊ ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമെന്ന് പോലും ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയി, ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ എനിക്ക് ഞാൻ എന്നിട്ട് മോളോട് ഇന്ന് പറഞ്ഞു, മോളെ ഇന്ന ആൾക്കാർ നമ്മളൊരു മെസ്സേജ്, നിങ്ങൾ എവിടെയാണ്, മോൾ എവിടെയാണ്, അവസാനം പ്രപ്പോസൽ വരെ വന്നു. ഇത്രയും കാലമായിട്ട് ആരും കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് ഇന്ന് Thank you. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സാറേ. വളരെ താങ്ക്സ്. ഇങ്ങനെ ആവട്ടെ കൂടുതലും എല്ലാവർക്കും. ഇടയ്ക്ക് വെച്ച് നമ്മൾ നെഗറ്റീവ് ആകും. പക്ഷെ എന്നാലും സാറിന്റെ ക്ലാസ്സും എല്ലാം ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴാണ് പിന്നെ നമ്മൾ സ്വയം നമ്മൾ ഇതായിട്ട് വരും. അപ്പൊ സാറും അതൊരു ഇതാണ്. ഞാനൊരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു 5-8 മാസമായിട്ട് സാറിന്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് നമുക്കത് ഇടയ്ക്ക് ഡൗൺ ആയാലും നമ്മൾ സാറിന്റെ ക്ലാസ്സിലും സാറിന്റെ ആ ഓരോ വേർഡ്സ് ഉണ്ടല്ലോ, IR5 സിറ്റുവേഷൻ എല്ലാം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. നമ്മളപ്പോ വിചാരിക്കുക താഴ്ന്നു പോകരുത്, ആൾക്കാർ താഴ്ന്നു പോണത് കാണാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇനി താഴ്ന്നു പോകരുതെന്ന് ദൈവത്തിനോട് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സാറേ. സാറിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ Thank you. ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് സാർ. Thank you. Thank you. Thank you. Thank you. താങ്ക് യു സാർ. താങ്ക് യു. ഇതുപോലെ ആയിരിക്കണം ജീവിതത്തിൽ, കാണിച്ചു കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ എന്റെയും ജീവിതത്തിലെ അനുഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇത് എല്ലാവർക്കും ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ സംസാരിക്കാനില്ലല്ലോ? ഉണ്ടോ? നമസ്കാരം സാർ. ആ, നമസ്കാരം സാർ. സാറിന്റെ ആബിദ ക്ലാസ് കേട്ടിട്ട് സാറിന്റെ ക്ലാസ് കേട്ടതോട് കൂടിയിട്ടാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് തന്നെ. ഒരുപാട് നന്ദി. ഞാൻ ഓരോ ദിവസം വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സാർക്കറിയാലോ എല്ലാ കാര്യങ്ങളും. ഓരോ ദിവസം ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ആദ്യമായിട്ടാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പുറത്തിറങ്ങിയത്. ഞാൻ അമ്പലത്തിലേക്ക് പോയപ്പോഴേക്കും അമ്പലത്തിലത്തെ നല്ല തിരക്കുള്ള അമ്പലമാണ്. അവിടെ അമ്പലത്തിലത്തെ മേൽശാന്തിമാരടക്കം വന്നിട്ട് എന്നോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അനുഗ്രഹം തന്നു. 3 ക്ഷേത്രത്തിന്. അത്രയും ആ സാറുടെ ഒരു പുണ്യം കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എന്റെ മക്കളും സാറാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ പ്രചോദനമായിട്ട്. സാറുടെ ക്ലാസ് ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു? എന്നും ഞാൻ സാറുടെ ക്ലാസ് ഞാൻ കേൾക്കുന്നത്. അതാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം. ഞാൻ എത്രയോ വട്ടം ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ മുന്നോട്ട് പോണത് സാറിന്റെ ക്ലാസ്സിലെ ഒരു ഇതുകൊണ്ടാണ്. ഇപ്പൊ മിണ്ടാത്ത ആളുകളൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഭയങ്കര ഇതാണ്, നല്ലത് സാറിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അത് എന്റെ ഒരു ഉത്തരവാദിത്വം പോലെ തന്നെ ഏറ്റെടുക്കുന്നു. അത് നന്നായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അത്രയും സാറോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ട്. സാറല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. സാറ് പ്രസീത മാം. അയ്യോ, പ്രസീത മാം ഒക്കെ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഓരോ നിമിഷത്തിനും, ഓരോ കാര്യങ്ങൾക്കും. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഞങ്ങൾ വിജയിച്ചു പോകും, ഞാൻ എന്റെ മക്കളും. അത് നല്ല ഉറപ്പാണ്. അത് എനിക്ക് പൂർണ്ണമായിട്ട് എന്റെ മനസ്സിന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. അത് കാണാനാണ് ഞാനും ഇരിക്കുന്നത്. ഒരു നിമിഷം തീർച്ചയായിട്ടും എനിക്ക് നല്ല ഒരു ഉറപ്പായിട്ടുണ്ട് സാർ. തീർച്ചയായും. ശരി, താങ്ക് യു. ഓട്ടെ. എനിക്ക് സാറിനെ തന്നെ മനസ്സ് മുഴുവൻ കൂളിങ് കണ്ട സാറിന്റെ ചിരിയും ആ പെർഫോമൻസ് മാത്രം മതി. എന്റെ മനസ്സിൽ ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എന്റെ വഴക്ക് കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അല്ലേ? സാറെന്നും പറ സാറേ. എനിക്ക് ഭയങ്കര ഇതാണ് സാറെന്ന് പറയുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ ഏറ്റവും കൊച്ചുകുട്ടി. ഞാൻ മെസ്സേജ് സാറുണ്ടെന്ന് പറയുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് പറയുന്നത്. ഒന്നും പറയുന്നില്ല. പ്രത്യേകം ഉണ്ടാക്കിയിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സജീവ്. താങ്ക് യു. ഓക്കെ, രാധ ദിനേശ് ഒന്നും പറയണ്ട, ഇല്ലെങ്കിൽ നമുക്ക് നിർത്തട്ടെ. പറയാം. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി സാറേ. ഇപ്പൊ അരുണില്ലേ, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അത് നല്ല സന്തോഷത്തിൽ വിളിക്കുന്നുണ്ട്. വരാനും നിൽക്കാനൊന്നും ആയിട്ടില്ല, എന്നാലും വേണ്ടില്ല. വർത്താനം പറയണതിനൊക്കെ നല്ല മാറ്റങ്ങള്. സന്തോഷം സനലിനായിട്ട് വർത്താനം പറഞ്ഞു. അങ്ങനെ കുറെ മാറ്റങ്ങള് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആദ്യമൊന്നും ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. കിട്ടണ ശമ്പളം ഒന്ന് കിട്ടിയാൽ നാളേക്ക് തീരും, അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഇല്ല കേട്ടോ, ചെറിയ ശമ്പളമാണ്. പക്ഷെ അത് എന്റെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ നടന്ന് പോകും. അത് തീരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അക്കൗണ്ടിൽ വേറെ എന്തെങ്കിലും വരും. അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ സനലിനോട് ഇന്നലെ അത് പറഞ്ഞു. സനലേക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഇടപ്പൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് സനലെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ ഇന്നലെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നന്ദി പറയണ കാര്യം, ആദ്യം ഞാനൊക്കെ നന്ദി പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോ നാമം ചെല്ലുമ്പോ ദൈവമേ അവിടെ തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി കഴിഞ്ഞു. ഇപ്പൊ 20 മിനിറ്റ് പറഞ്ഞാലും എന്റെ നന്ദി പറയുന്നത് കഴിയണില്ല. അവസാനം ഞാൻ ഭഗവാനോട് പറയും, ഭഗവാനെ കുറെ കൂടി പറയാണ്ട്, പക്ഷെ ഇല്ലാത്ത കാരണം നിർത്തുക പറയും. അത്രയ്ക്കധികം നന്ദി പറഞ്ഞു കൂട്ടിയാലും തീരില്ല ഇപ്പൊ നന്ദി. കാരണം ഓരോന്ന് എടുത്ത് പറയുമ്പോ മനസ്സിനുള്ള സുഖം അന്നത്തെ ദിവസം പോസിറ്റീവ് എനർജി മുഴുവൻ കിട്ടിയ പോലെയാവും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഭയങ്കര പുരോഗതിയുള്ള ഒരു ഇതായി മാറിപ്പോ. സാറിന്റെ ക്ലാസ് ഒരു ദിവസം കേട്ടില്ല വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനത്തെ അങ്ങനെ സനലിനോട് പറയും ചെയ്യും, സാറിനെ ഒന്ന് കാണണം, അമ്മേനെ ഇങ്ങനെ ആക്കി തീർത്തത് സാറാണ്, എന്താ ഇതിന്റെ ഒക്കെ പിന്നിലെന്നൊക്കെ ചോദിക്കാനോട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും സന്തോഷം. ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ സംസാരിക്കാണ്ടെന്ന് എനിക്കറിയാം. പലരും സംസാരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സംസാരിക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഈ ആഴ്ച നമ്മൾ നാളെ രാത്രിയാണ് തൃശ്ശൂർ പ്രോഗ്രാമിൽ വരുന്നവർക്കുള്ള ലൈവ് മീറ്റിംഗ്. സൺഡേ ഈവനിങ് നമ്മൾ ക്ലാസ് വെക്കുന്നത്. തൃശ്ശൂർ പ്രോഗ്രാം ബുക്ക് ചെയ്തവരെല്ലാവരും നാളത്തെ മീറ്റിംഗിൽ വേണം. നിങ്ങൾക്ക് ഓരോ ആളുടെ വിഷയങ്ങൾ നാളെ ഞാൻ കേൾക്കും. സമയം എടുത്തിട്ട് ലൈവ് മീറ്റിംഗ് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ 8-9 മണി വരെ ഉണ്ടാവും. നാളെ ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തൃശ്ശൂർ പ്രോഗ്രാം വരുന്നവർക്ക് എല്ലാവർക്കും അവിടെ വരാം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാരണം കുറച്ച് ദിവസം വേണം നമുക്ക് ഓരോ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. കാരണം തൃശ്ശൂർ പ്രോഗ്രാം സാധാരണ ഒരു ക്ലാസ് ആയിട്ട് കണ്ടിട്ട് ആരും വരരുത്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് കാണുന്നവരോടും പറയാനുള്ള കാര്യം, തൃശ്ശൂർ ഒരു ക്ലാസ് അല്ല നടക്കുന്നത്, ഒരു ഹീലിംഗ് തെറാപ്പിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കേൾക്കാനായിട്ട് ആരും വരരുത്. അതല്ല ഇത്തവണത്തെ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ പ്രത്യേകത. അവിടെ നിങ്ങളുടെ വിഷയങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള റെമഡിയും സൊല്യൂഷനും, അല്ലെങ്കിൽ ഒരു റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറാപ്പിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കുറെ സംസാരമൊന്നും സാറിൻ്റെ ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങളെ ഇൻഡിവിജ്വലി ഓരോ ആളുടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത് വ്യക്തിപരമായിട്ടും. പിന്നെ അതല്ലാതുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ 1-2 ആൾക്കാർക്ക് വേണമെങ്കിൽ നേരിട്ട് സംസാരിക്കണമെങ്കിൽ ബുക്ക് ചെയ്തോടൂ. ഈ ആഴ്ച ഒരു 2-3 ആൾക്കാരെ എടുക്കാൻ പറ്റും. അത് കഴിയുമ്പോഴേക്കും യാത്രയുടെ വിഷയമായിരിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒപ്പോ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒപ്പോ CH, എനിക്ക് പേരറിയില്ല, അങ്ങനെയാണ് മൊബൈലിൽ കാണുന്നത്. ഇപ്പോൾ ജീവിക്കാൻ എന്താ പറഞ്ഞത്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ജീവിതം എന്ന് എന്തോ ടൈപ്പ് ചെയ്തു. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണേ, ഒന്ന് അഡ്മിനോടോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റോ എടുത്ത് സംസാരിക്കണേ. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ടൈപ്പ് ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിക്കാനേ പറ്റൂ, മരിക്കാൻ ആർക്കും പറ്റില്ല. അത് തെറ്റാണ്. മരണം എന്നത് പറയുന്നതോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ തോന്നുന്നത് വെറുതെ ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് നടക്കില്ല. എന്ന് വെച്ചാൽ എന്താ, മരിക്കാൻ പറ്റില്ല എന്നല്ല, അത് വെറും എന്താ പറയാ, ശുദ്ധ മണ്ടത്തരമാണ്. ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ബുദ്ധിപരമായ കാര്യം. മരിക്കാൻ ഏത് പൊട്ടനും പറ്റും, ഏതൊരാൾക്കും പറ്റും. പക്ഷെ ജീവിക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. നമുക്ക് എന്തോ ഒരു കാര്യം വേണം. മരണം ഒന്നിനും ഒരിക്കലും പരിഹാരമാവുന്നില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇത്രയും അറിയുക, ഒരു ജീവനും മരിച്ചില്ലാതെയാകുന്നില്ല. ആ ശരീരം മാത്രമേ പോവുകയുള്ളൂ. വീണ്ടും പുനർജനിക്കേണ്ടി വരും. ഇത് പ്രക്രിയയാണ്, ഇത് എനർജിയാണ്. കാരണം ആ എനർജി ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണം. ഇപ്പോഴുള്ള മനുഷ്യ ജന്മം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതി മരിച്ചു കഴിഞ്ഞാൽ നാളെ മാനായി ജീവിക്കാം, അല്ലെ മാനായി ജനിക്കാം, പക്ഷിയായി ജനിക്കാം, സിംഹമായി ജനിക്കാം, കടുവയായി ജനിക്കാം, പട്ടിയായി ജനിക്കാം. എല്ലാത്തിനും റിസ്ക് ഉണ്ട് അല്ലെ. ഒരു മാനായിട്ട് ജനിച്ചാൽ ആലോചിച്ച് നോക്ക്, ഏത് സമയത്തും ഒരു സിംഹത്തിന്റെ പിടിയിൽപ്പെടാം. ഒരു പട്ടിയായി ജനിച്ചാൽ ആലോചിച്ച് നോക്ക്, ഏത് സമയത്തും ആൾക്കാരുടെ കല്ലേറ് കൊള്ളാം. ഒരു പക്ഷിയായി ജീവിച്ചാൽ നോക്ക്, ഒരു സ്ഥലത്തും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഇനിയോ ഒരു സിംഹമായി ജീവിച്ചാലോ, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഒരു കാട്ടിൽ ഒറ്റയ്ക്കൊരാൾ. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ അല്ലേ ഇപ്പോഴുള്ള അവസ്ഥ. അപ്പൊ മുമ്പേ പോകാതെ എവിടെയെങ്കിലും മാക്സിമം സമയത്തെങ്കിലും ഇവിടെ നിന്ന് ജീവിച്ചിട്ട് ആ റിസ്ക് എടുക്കാൻ പോകണോ? വേണ്ട എന്നാണ് ലളിതമായിട്ട് പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സിൽ കേൾക്കുന്ന ആള് വേണ്ട, എൻ്റെ ജീവിതം മതി, ഞാൻ എൻ്റെ പുസ്തകത്തിലെ മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ ആദ്യം പറയുന്ന ഒരു അവസ്ഥയാണ്, ഒരു 4-5 പേരും മരണത്തിനേക്ക് വേണ്ടി ആലോചിക്കുന്നവർ, പല സന്ദർഭങ്ങളിലൂടെ മരണത്തെ പറ്റി ആലോചിക്കുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് വളരെ ലളിതമായിട്ട്. അതുപോലെ ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ എനി ടൈം, ഐ ആം ദേർ ടു സപ്പോർട്ട് യു. ജീവിതത്തിലേക്ക് നടത്താൻ ഞാൻ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ നടത്തി ജീവിതം കാണിച്ചു തരാൻ ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഞാൻ ഉണ്ടാകും. എന്നെ പോലുള്ള പല ഗുരുക്കന്മാരും ഉണ്ടാവും. നിങ്ങളെ പണ്ടാര പറഞ്ഞ് എണ്ണത്തോണിയിലേക്ക് നിങ്ങളെ തള്ളിയിടാം. അത് വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട്
തിരിച്ചു വരൂ, നമുക്ക് യാത്ര തുടരാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്നോട്. ആ. എന്റെ റിലേറ്റീവ് പുള്ളിക്കാരൻ പറഞ്ഞത് ജനിക്കുന്നത് മരിക്കാനാണെന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ജനിക്കുന്നത് ജീവിക്കാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ജനിക്കുന്നത് പിന്നെ മരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ജനിക്കുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ, ജനിക്കുന്ന എന്തിനാ? ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വലിയ തർക്കമുണ്ട്. ജനിക്കുന്നത് മരിക്കാൻ നോക്കൂ, അത് ഒരു സത്യമാണ്. ജനനവും മരണവും രണ്ട് സത്യങ്ങളാണ്. പക്ഷെ അതിന്റെ ഇടയിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പം രണ്ട് സത്യങ്ങളെയും നമുക്ക് ആർക്കും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല, അതെവിടെയും തന്നിട്ടില്ല. എന്റെ മരണം ഞാനാ തീരുമാനിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന സ്ഥാനത്തെ പറ്റി ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ്. താൻ പാതി ദൈവം പാതി. താങ്ക് യു മച്ച്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ, ക്ലാസ്സുകൾ വേണം. ഞാൻ താമസിയാതെ ഇപ്പൊ പറയാൻ വന്നു, താമസിയാതെ ഞാൻ മുമ്പ് പറഞ്ഞു, റിലേഷൻഷിപ്പ് മാസ്റ്ററി പറയുന്ന അതിബൃഹത്തായ ഒരു ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഒന്നിക്കൽ അത് വേറെ യൂട്യൂബ് ചാനലൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ചിലപ്പോൾ അങ്ങനെയും ആലോചിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിന് മാത്രം സംസാരിക്കാനായിട്ട്. യെസ് പ്രശോഭ്, താങ്ക് യു വെരി മച്ച്. അപ്പൊ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അതിന്റെ പരിപാടികളായിരിക്കും. ആവശ്യമുള്ളവർ ഇപ്പോഴേ പറഞ്ഞു വെച്ചോളൂ, അഡ്മിനോട് ചേർത്ത് പറഞ്ഞു വെച്ചോളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഗ്രൂപ്പ് ആയിരിക്കും, ചിലപ്പോൾ സ്പെഷ്യൽ മറ്റൊരു യൂട്യൂബ് ചാനൽ തന്നെ ആയിരിക്കും. കാരണം വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ അത് ഉണ്ടാവും തോന്നുന്നില്ല, കാരണം അങ്ങനെയാണ് യൂട്യൂബിന്റെ ഒരു സിസ്റ്റം. യൂട്യൂബിൽ ആ ഒരു അൽഗോരിതം മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് റെഡിയാവും. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിലൊന്നുമല്ല സംസാരം, മറ്റൊരു രൂപത്തിൽ പോകാനുള്ള പരിപാടിയാണ് യൂട്യൂബ്. 1 വീഡിയോ 2 വീഡിയോ 3 വീഡിയോ വരുന്നുണ്ട്. ഇതിനൊക്കെ സമയം വേണം. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിച്ചിട്ട് എന്റെ സമയം കുറച്ചും കൂടി സേവ് ചെയ്ത് തരണമെന്ന് റിക്വസ്റ്റ് ആണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർ വരാൻ ഇനി ഭാഗ്യമുള്ളവർ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. നാളെയാണ് നിങ്ങളെ ഞാൻ കേൾക്കാൻ ഇരിക്കുന്നത്. താങ്ക് യു.